നമസ്കാരം. മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന. മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു. നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിനും ആരാധകർ ഏറെയാണ്. മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന. അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടി വളരെ സജീവമാണ്. തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം താരം പങ്കുവെച്ചെത്താറുണ്ട്. ഇതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നിരവധി പേർ കമന്റുകൾ രേഖപ്പെടുത്താറുമുണ്ട്. കമന്റ് ഇട്ടവർക്കൊക്കെ താരം മറുപടിയും നൽകിയിട്ടുണ്ട്. അതേസമയം മുൻകൂറായി താരത്തിന് വിവാഹ വാർഷികം ആശംസിച്ചവരുമുണ്ട്. 2018 ജനുവരി 22-നാണ് ഭാവനയുടെ വിവാഹം കഴിഞ്ഞത്. അടുത്തിടെ ഭർത്താവ് നവീനൊപ്പമുള്ള വീഡിയോയും താരം പങ്കുവച്ചിരുന്നു. അതേസമയം തന്നെ അഭിനയ രംഗത്ത് വീണ്ടും സജീവ സാന്നിധ്യമായി മാറുകയാണ് ഭാവന. ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായിക നടിമാരിൽ ഒരാളായിരുന്നു ഭാവന. അതുപോലെ തുടരെ സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കിടെ നടി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. എപ്പോഴും സന്തോഷത്തോടെയാണ് ഭാവനയെ പ്രേക്ഷകർ അഭിമുഖങ്ങളിലും മറ്റും കണ്ടിട്ടുള്ളത്. എന്നാൽ തന്റേതായ വിഷമങ്ങൾ ഭാവനയ്ക്കുണ്ട്. ഇത് മറ്റാരെയും അറിയിക്കാൻ ഭാവന താല്പര്യപ്പെടുന്നില്ല. പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ചാണ് നടി സംസാരിച്ചത്. എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എല്ലാവരിൽ നിന്നും കട്ട് ഓഫ് ചെയ്യും. അത് നല്ലൊരു സ്വഭാവമല്ല. എന്തുകൊണ്ടോ ഞാൻ വിഷമിക്കുന്നത് മറ്റൊരാൾ അറിയേണ്ട എന്ന ചിന്ത എന്നിലുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ബ്രേക്ക് ചെയ്യാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അമ്മയോ നവീനോ ചേട്ടനോ പോലും ഞാൻ വിഷമിക്കുന്നത് കണ്ട് ഇവർക്ക് വിഷമമാകരുതെന്നാണ് ഞാൻ ആലോചിക്കുക. ഇനി എന്തുണ്ടെങ്കിലും പറയണമെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്തോ അങ്ങനെയാണ്. ഞാൻ എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യും. വാട്സപ്പ് പോകും. എൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കും. എന്നിട്ട് ഞാൻ തന്നെ റിക്കവർ ആകും. ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ആയിരിക്കും. കുറെ കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് കരഞ്ഞതുകൊണ്ട് എന്താണ് മാറാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ കുറെ കരയുമ്പോൾ ഒരു ആശ്വാസമാണ്. ചിലർ ഡ്രൈവിന് പോവുകയോ ട്രിപ്പ് പോവുകയോ ചെയ്യും. അത് ഞാനും ചെയ്യാറുണ്ട്. അതിൽ ഫോക്കസ് ചെയ്ത് ഹുക്ഡ് ആകും. ഭയങ്കര തിരക്കിലായിരിക്കുമ്പോൾ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരിക്കണമെന്ന് തോന്നും. വീട്ടിൽ പോയിരുന്നാൽ 10 ദിവസം കഴിഞ്ഞ് ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത്, വെറുതെ വീട്ടിലിരിക്കുന്നു, ഇതാണോ ഇനി എന്ത് ലൈഫ് എന്നൊക്കെ തോന്നും. 10-15 ദിവസം ഉറക്കമില്ലാതെ ജോലി ചെയ്താൽ എന്താണിത്, ഉറക്കം പോലും ഇല്ലാതെ ജീവിക്കുന്നോ എന്ന് ചിന്തിക്കുമെന്നും ഭാവന പറയുന്നു. ഗൾഫ് ട്രീറ്റ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത്. ഭയങ്കര വിശ്വാസിയല്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വാസമുണ്ട്. കർമ്മയിൽ വിശ്വാസമുണ്ട്. എനിക്കുള്ളതേ വരൂ. നല്ലതാണെങ്കിൽ മോശമാണെങ്കിലും അത് നേരിടാനുള്ള ശക്തി തരുക എന്ന രീതിയിൽ പ്രാർത്ഥനയുണ്ടെന്നും ഭാവന പറയുന്നുണ്ട്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. പിന്നീട് തുടരെ മലയാള സിനിമകൾ ചെയ്തു. പ്രിയ നടി കരിയറിൽ വീണ്ടും സജീവമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. എന്തായാലും തിരിച്ചുവരവിൽ വലിയ ഹിറ്റ്സ് ഭാവനയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നടിയുടെ 1-ലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. വർഷങ്ങളായി അഭിനയ രംഗത്ത് തുടരുന്ന ഭാവന ഇടയ്ക്കൊരു ഇടവേള മലയാളത്തിൽ നിന്ന് എടുത്തത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇന്ന് വീണ്ടും നടി സജീവമാണ്. സിനിമാ ലോകത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ഭാവനയ്ക്കുണ്ട്. മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ തുടങ്ങിയവരെല്ലാം ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. തന്റെ സൗഹൃദങ്ങളെക്കുറിച്ചും ഭാവന സംസാരിക്കുകയുണ്ടായി. സൗഹൃദത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഷനീം, ശില്പ, സൈനോര, രമ്യ, മഞ്ജു ചേച്ചി, സംയുക്ത ചേച്ചി, മൃദുല, ഗീതു ചേച്ചി എന്നിവരെല്ലാം നല്ല ഫ്രണ്ട്സാണ്. ഒരു മാസം സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ടി അവരുണ്ടാവുമെന്ന് എനിക്കറിയാം. അവർക്കും അറിയാം. പക്ഷേ എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആരെയും വിളിക്കില്ല. പ്രശ്നം വന്നാൽ ഞാൻ അങ്ങനെ ഒരു ഷെല്ലിനകത്തേക്ക് പോകും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആരെയും ഓക്കെ എന്ന് ഫ്രണ്ട്സ് ചോദിക്കും. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ അവർക്കറിയാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആയതാണോ, മുമ്പും ഇങ്ങനെ ആയിരുന്നോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ വാട്സപ്പ് ഉണ്ടാകില്ല, റീച്ചബിൾ ആയിരിക്കില്ല. പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്ന് ചിലപ്പോൾ പറയും. സോഷ്യൽ മീഡിയയിൽ ആദ്യം എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു ഉള്ളത്. കുറേ ഫേക്ക് ന്യൂസുകൾ വരും. ഡിവോഴ്സ് ആകാൻ പോവുകയാണ്, ഡിവോഴ്സ് ആയി എന്നെല്ലാം പറയും. ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് വെക്കും. ആക്റ്റീവ് പോലും ആകേണ്ട, വ്യാജ വാർത്തയിൽ വ്യക്തത വരുത്താം എന്ന് എന്നോട് ഒരുപാട് പേർ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിൽ ജോയിൻ ചെയ്തത്. ചില സമയത്ത് ഭയങ്കര ആക്റ്റീവായിരിക്കും, ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല. കമന്റുകൾ ഇടയ്ക്ക് നോക്കാറുണ്ടെന്നും ഭാവന പറയുന്നുണ്ട്. ഭാവനയെക്കുറിച്ച് നേരത്തെ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. കരുത്തിന്റെ പ്രതീകമാണ് ഭാവന. അതിജീവനം എന്ന വാക്കിന്റെ ഉത്തമ ഉദാഹരണം. തന്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സൗഹൃദമാണ് ഭാവനയുമായെന്നും മഞ്ജു വാര്യർ അന്ന് പറഞ്ഞു. നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഭാവന അഭിനയ രംഗത്തേക്ക് വരുന്നത്. കരിയറിൽ വളരെ പെട്ടെന്ന് ഭാവന ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലും ഭാവന തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. മലയാളത്തിനു ശേഷം കന്നഡ സിനിമയിലാണ് നടി കൂടുതൽ സജീവമായത്. നടിക്ക് മലയാളത്തിലേതുപോലെ തന്നെ ആരാധകരുള്ളത് കന്നഡ സിനിമാ മേഖലയിലാണ്. മലയാളത്തിൽ നിന്ന് ഇടവേളയെടുത്ത സമയത്തും കന്നഡ സിനിമകളിൽ ഭാവന സജീവമായിരുന്നു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്ന സിനിമയിലൂടെയാണ് നടി മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്. 2017 പൃഥ്വിരാജ് ചിത്രം ആദം ജോണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു ഭാവന. നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും. ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. അക്കാര്യത്തിൽ അനുഗ്രഹീതയാണ്. രമ്യ, ശില്പ, ഷഫ്ന, മൃദുല, സൈനോര, മഞ്ജു ചേച്ചി, ഗീതു ചേച്ചി, സംയുക്ത ചേച്ചി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ഇവരെ ആരെയും ഞാൻ വിളിക്കാറില്ല. സ്വയം
എന്നിലേക്ക് ഒതുങ്ങും. നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച് എല്ലാവരും മെസ്സേജൊക്കെ അയക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒരു ഷെല്ലിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്യുന്നതെന്ന്. പിന്നാലെ ഞാൻ വാട്സപ്പിൽ നിന്നെല്ലാം ബ്രേക്ക് എടുക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തു വന്ന് അവരോട് പറയുന്നത്. എന്റെ വിഷമങ്ങൾ ഭർത്താവ് നവീനോടും അമ്മയോടും പോലും പറയാറില്ല. എന്തിനാണ് അത് പറഞ്ഞ് അവരെ കൂടെ വിഷമിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തിനും ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ അവർ പറയും. പക്ഷേ ഞാൻ പറയാറില്ല. ഒരു റൂമിൽ അടച്ചിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഓക്കെ ആകും, 2-3 ദിവസം എടുക്കും. പക്ഷേ സ്വയം ഓക്കെയായി ഞാൻ തിരിച്ചെത്തുകയും ചെയ്യും. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഉൾവലിയുന്ന സ്വഭാവം എനിക്കിപ്പോൾ വന്നതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മുന്നേ എങ്ങനെയായിരുന്നു ഞാൻ എന്നെനിക്കിപ്പോൾ ഓർമ്മയുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരും എന്നത് ഇപ്പോൾ എൻ്റെ പ്രതീക്ഷയാണ്. സോഷ്യൽ മീഡിയ കമൻറ്റുകൾ വേദനിപ്പിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ഒരാളല്ല ഞാൻ. പക്ഷേ ചില കമൻറ്റുകൾ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും. പിന്നെ ഞാൻ റിയലൈസ് ചെയ്യും, ആരുടെയും ഫ്രസ്ട്രേഷന് ഞാൻ എന്തിനാണ് എൻ്റെ സമയവും മൂടും കളയുന്നത്. അവർക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല, പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന്. ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. ആകപ്പാടെ ഒരു പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജായിരുന്നു എന്ന് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് എന്നെ സംബന്ധിച്ച് പല വാർത്തകളും വന്നപ്പോൾ ഡിവോഴ്സായി എന്നൊക്കെ പ്രചരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഒഫീഷ്യൽ പേജ് വേണം, ഇങ്ങനെയല്ല എന്ന് പറയാനെങ്കിലും നല്ലതാണെന്ന്. അതിനുശേഷമാണ് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ജോയിൻ ചെയ്തതെന്നും ഭാവന പറയുന്നു.